മെയിൻ സ്ലാബ് കോൺക്രീറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ബണ്ട് മേക്കിംഗ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേജിൻ്റെ ഇമ്പോർട്ടൻസ് അറിയോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബണ്ട് മേക്കിംഗ് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കോൺക്രീറ്റ് ചെയ്ത സൈറ്റിൽ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ബണ്ട് മേക്ക് ചെയ്യുന്നത്. സ്ലാബ് കോൺക്രീറ്റ് കഴിഞ്ഞാൽ ക്യൂറിംഗ് വെള്ളം സ്ലാബിൽ കെട്ടി നിർത്താനാണ് നമ്മൾ ചെറിയ ചെറിയ ബണ്ടുകൾ മേക്ക് ചെയ്യുന്നത്. ഏകദേശം അപ്രോക്സിമേറ്റ്ലി 3 to 4 ഇഞ്ച് ഹൈറ്റിലായിരിക്കും നമ്മൾ ബണ്ട് കാര്യങ്ങൾ മേക്ക് ചെയ്യാറുണ്ടാവും. ബണ്ട് ഓൾറെഡി മേക്ക് ചെയ്ത് പോയതാണ്. ഇപ്പോൾ സൈറ്റിൽ ചെറിയ രീതിയിൽ മഴ കാര്യങ്ങളെല്ലാം പെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്ത ബണ്ട് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ചാക്കിട്ട് മൂടി വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, നമ്മളൊരു സിമെൻറ്റ് വെച്ചിട്ട് സ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമെൻറ്റിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ക്യൂറിങ് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ പ്രോപ്പർ സ്ട്രെങ്ത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യാറുണ്ട് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട്. ക്യൂബ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, റീബോൺ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഫെയിൽ ആവാത്ത റിസൾട്ട് കിട്ടണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ക്യൂറിങ് വേണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബണ്ട് റെഡിയാക്കുന്നത്.